आप अपना भविष्य नहीं बदल सकते, लेकिन आप अपना आदतें तो बदल सकते हो. अपनी बदली हुई आदतों से अपना भविष्य भी बदल सकते हो. നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും കോക്കനട്ട് ലേഡി ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ അല്ലെ നമ്മുടെ ഭവിഷ്യം നമുക്ക് മാറ്റാൻ പറ്റില്ല, പക്ഷേ നമുക്ക് നമ്മുടെ ചില ശീലങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റും അല്ലേ? ആ മാറ്റിയ ശീലങ്ങളിലൂടെ നമ്മുടെ ഭാവിയും നമുക്ക് ചിലപ്പോൾ മാറ്റിയെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾക്കായിട്ട് ഞാൻ ഒരു സ്പെഷ്യൽ ടോപ്പിക്ക് കൊണ്ടുവന്നത്. हाँ दोस्तों, मैं आज आप सबके लिए एक ऐसी विषय लेके आई हूँ जिससे आपको अपने आदतों से, अपनी बदली हुई आदतों से आपको कुछ नया सीखने को मिलेगा. आप हिंदी एकदम से सीख पाओगे अगर आप अपनी छोटी सी, यानी बेसिकली बोला जाए तो अपनी मॉर्निंग रूटीन्स नहीं तो मॉर्निंग हैबिट्स को के साथ आपको हिंदी सीखने को मिल रहा है. അതേ കൂട്ടുകാരെ, ഇന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മോർണിംഗ് ഹാബിറ്റ്സ്, അതായത് പ്രഭാത ശീലങ്ങളിലൂടെ നിങ്ങൾക്ക് ഹിന്ദി എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അല്ലേ, ആർക്കും ടൈമില്ല. അപ്പം നമ്മുടെ ജോലി എനിക്കറിയാം, मुझे मालूम है कि मॉर्निंग का टाइम यानी सुबह का समय बहुत ही व्यस्त रहता है. मॉर्निंग टाइम എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര ബിസി ആയിട്ടുള്ള ടൈമാണ്. सभी को काम पर जाना है, घर वाले होंगे तो घर में काम करना होता है, नहीं तो स्कूल में जाना होता है, कॉलेज में जाना होता है. इस सारी झंझटों के साथ आपको कैसे हिंदी सीखा जाए അല്ലേ? ഭയങ്കര ബിസി ഷെഡ്യൂളാണ് രാവിലത്തെ എന്ന് പറയുന്നത്. ആ രാവിലത്തെ ബിസി ഷെഡ്യൂളിൻ്റെ കൂടെ നിങ്ങൾക്ക് എങ്ങനെ ഹിന്ദി പഠിക്കാൻ പറ്റും എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? നിങ്ങളുടെ സമയം ഒട്ടും കളയാതെ നിങ്ങളുടെ ഹാബിറ്റോടുകൂടി നിങ്ങളുടെ ആ ഒരു ശീലങ്ങൾ, അതായത് മോർണിംഗ് ശീലങ്ങൾ, മോർണിംഗ് ഹാബിറ്റ്സിൻ്റെ കൂടെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. ആ ശീലങ്ങളുടെ കൂടെ നിങ്ങൾക്ക് ഹിന്ദി പഠിക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് നോക്കിയാലോ? 4 ശീലങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. आपको केवल 4 ऐसी आदतों को मैं बताती हूँ जो आपको प्रभात में यानी सुबह आपको साथ में ले जाना है. ये आदतों को तो എല്ലാവർക്കും എനിക്കറിയാം, നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും, മലയാളി എന്നല്ല എല്ലാ കൂട്ടുകാർക്കും ഉള്ളൊരു ശീലമാണ് രാവിലെ പത്രം വായിക്കുക എന്നുള്ളത് അല്ലേ? हम सबको एक ऐसी आदत है कि सुबह उठते ही एक चाय और पत्र यानी समाचार पत्र मिलना ही है. പത്രവും ഒരു കട്ടൻ കാപ്പി മസ്റ്റാണ് അല്ലേ? അതില്ലാതെ ഒരു ഡേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. तो दोस्तों, इसीलिए मैं आपको पहली आदत नहीं तो पहला हैबिट मैं ये बताना चाहूँगी. അതായത് നിങ്ങൾക്ക് ഞാൻ ആദ്യമായിട്ട് ആദ്യത്തെ ഹാബിറ്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എല്ലാവരും വായിക്കുന്നതാണ് രാവിലത്തെ ഒരു ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ഒരു പത്രം എന്നുള്ളത്. ആ പത്രം വായന നിങ്ങൾ നിർത്തണ്ട, പക്ഷേ ഹിന്ദി പത്രം വായിക്കാമല്ലോ. ഫുള്ളായിട്ട് വായിക്കാൻ നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങൾക്ക് ഹിന്ദി പത്രം ഫോണിൽ കണ്ട് ഒരു ന്യൂസെങ്കിലും, ഒരു ന്യൂസ്, ഒറ്റൊരു വാർത്ത, നിങ്ങൾ ഒരു പാരഗ്രാഫ് എങ്കിലും രാവിലെ നിങ്ങളുടെ ന്യൂസ് പേപ്പർ വായനയിൽ ഹിന്ദി ന്യൂസ് പേപ്പർ ഒന്ന് ഉൾപ്പെടുത്തി നോക്കിക്കേ. അതാണ് നിങ്ങളുടെ ആദ്യത്തെ ശീലം. പെഹലി ആദത് യഹ് ഹൈ जो सुबह आपको फॉलो करना है. और दूसरी आदत की ओर जाते हैं. രണ്ടാമത്തെ ശീലം എന്നതാണെന്ന് വെച്ചാൽ, നിങ്ങളെല്ലാവരും പോകാനൊരുങ്ങുമ്പോൾ രാവിലെ നമുക്കൊരു എനർജി വേണം അല്ലേ? ഉസ് എനർജി के लिए हम कुछ गाने तो सुनना होता है അല്ലേ? ഒരു എനർജിക്ക് വേണ്ടി നമ്മൾ ഒന്നെങ്കിൽ ഭക്തി ഗാനങ്ങൾ കേൾക്കാം, നമുക്കിഷ്ടപ്പെട്ട ഏത് ടൈപ്സ് ഓഫ് മ്യൂസിക് ആണെങ്കിലും ആ മ്യൂസിക്സ് കേൾക്കുന്നത് നിങ്ങൾ ഹിന്ദിയിലാക്കിയാലോ. നല്ല നല്ല പാട്ടുകളുണ്ട്, ഭയങ്കര റിലാക്സിങ് ടൈപ്പ് സോങ്സ് ഉണ്ട്, അതുപോലെ ഭക്തിഗാനങ്ങൾ ഹിന്ദിയിൽ കിട്ടും. ഏതാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മ്യൂസിക് നിങ്ങൾ ഹിന്ദിയിൽ കേൾക്കുക. ഒരിക്കലും അതിൻ്റെ വേർഡ്സ് തപ്പിയോ അതിൻ്റെ വെക്കാബുലറി തപ്പിയോ നിങ്ങൾ പോകണ്ട. നിങ്ങളുടെ അവബോധ മനസ്സിലൂടെ നിങ്ങൾ ആ മ്യൂസിക് കേട്ട് നിങ്ങൾ ഹിന്ദി പഠിക്കുകയാണ്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ പല വാക്കുകളും കേട്ട് പഠിക്കാനാണ് ആ മ്യൂസിക് കേൾക്കണം എന്ന് ഞാൻ പറഞ്ഞത്. आपकी टाइम को आपको वेस्ट नहीं करना है, उसके साथ ही आपको केवल गाने सुनना है. जिस गाने को आपको पसंद है, जिस टाइप के गाने आपको पसंद आती है, वो गाने आपको सुननी है. ये है आपकी दूसरी आदत मैंने बोली है. और तीसरी आदत यह है, आप आपका डे प्लान करना है. അതായത് കൂട്ടുകാരെ, നിങ്ങൾ മൂന്നാമത്തെ ഹാബിറ്റ് അല്ലെ മൂന്നാമത്തെ ശീലം എന്ന് പറയുന്നത്, നിങ്ങളുടെ ദിവസം നിങ്ങൾ ഹിന്ദിയിലൊന്ന് പ്ലാൻ ചെയ്തേ. അതായത് എങ്ങനെയാണ് നമ്മൾ രാവിലെ ഓഫീസിൽ പോകണം, ഓഫീസിൽ പോയ ഇന്ന ഫയൽസ് നമുക്ക് ക്ലിയർ ചെയ്യാനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഹിന്ദിയിൽ ചിന്തിച്ച് നോക്കി. आज मुझे ऑफिस जाना है और इस फाइल के बारे में मैनेजर को बताना है, साइन करवाना है. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം
ഹോൾ ഡേ നിങ്ങൾ ഒന്ന് ഹിന്ദിയിലൊന്ന് പ്ലാൻ ചെയ്തേ. ऐसे सोचने से, അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ പറ്റുക, ऐसे सोचने से आपको हिंदी आ जाती है, मुँह में बोलने को आ जाती है. അത് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമുക്കതൊന്ന് പറയാൻ കിട്ടും. അതാണ് അതിൻ്റെ ബെനിഫിറ്റ്. അപ്പം ഈ 3 കാര്യങ്ങൾ വെച്ചിട്ട് നാലാമത്തെ ഒരു ഹാബിറ്റ് ഞാൻ പറയാം. നാലാമത്തെ ഹാബിറ്റ് ഒന്നാണ് ഈ മൂന്നാമത്തെ ഹാബിറ്റുമായിട്ട് ലിങ്ക്ഡ് ആണ്. അതായത് നിങ്ങൾ ഫ്രീ ടൈം, നിങ്ങൾ ഒരുങ്ങുന്ന സമയമാവും, മുടി ചീവുന്ന സമയമാവും, ഗെറ്റ് റെഡി ആവുന്ന ആ ടൈമിൽ, जब आप तैयार होते हो उस समय आपको आईने में देखना है. हम सभी आईने में देखकर अपने बाल बनाते हैं, ड्रेसिंग करते हैं, सब कुछ हम आईने में देख कर करते हैं. तो उस आईने में देखने के टाइम पर उस समय आप लोगों को क्या करना है, बस जो आपने പ്ലാൻ किया है, आपने एक दिन के बारे में आपने പ്ലാൻ किया, നമ്മൾ നമ്മുടെ ഒരു ദിവസത്തെക്കുറിച്ച് നമ്മൾ പ്ലാൻ ചെയ്തല്ലോ, ആ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് മിററിൽ നോക്കി ഒരുങ്ങിക്കൊണ്ടിരിക്കും. हाँ, आज हमें ऑफ़िस जाना है और ऑफ़िस जाके बहुत कामें हैं, जैसे कि मैनेजर को उसके बारे में कुछ बताना है, उस फाइल के बारे में बताना है. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചില്ലേ, ആ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് മിററിൽ നോക്കി ഒന്ന് പറഞ്ഞു നോക്കിക്കേ. तो आपको क्या होता है, वो स्पीकिंग प्रैक्टिस बन जाती. അത് നമ്മുടെ ഒരു സ്പീക്കിംഗ് പ്രാക്ടീസായിട്ട് വരും. അതിന് ഈ 4 ഹാബിറ്റ്സിനും ये चारों आदतों के लिए आपको एक्स्ट्रा टाइमिंग नहीं लेना है. ഒരു എക്സ്ട്രാ ടൈം നിങ്ങളോട് ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ ഡെയിലി റൂട്ടീനിൽ, നിങ്ങളുടെ ഡെയിലി രാവിലത്തെ ആ ഒരു പ്രഭാതശീലം, അതായത് രാവിലെ ആകുമ്പോൾ നമ്മൾ ഫ്രഷാണല്ലേ, ടോട്ടലി ഫ്രഷ് ആയിട്ടാണ് നമ്മളൊരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും ഇതുപോലത്തെ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി വെരി ബെനിഫിഷ്യൽ. അത് ഭയങ്കര എഫക്റ്റീവായിരിക്കും. सो इसलिए आपको जो भी करना है, ये सुबह अपने उस आदतों को ऐड करते हुए आपको ये सारी बातें, जो 4 आदतों को मैं बताई हूँ, उस आदतों को अगर आपने आदतों के साथ आप जोड़ देंगे तो आपका भविष्य ही बदल जाएगा. നിങ്ങൾ ഈ പറഞ്ഞ റൂട്ടീൻസ് കൂടെ ചേർക്കുകയാണെങ്കിൽ, മോർണിംഗ് ഹാബിറ്റ്സ് കൂടെ ചേർക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു ഭാവി നിങ്ങൾക്ക് മാറ്റി എഴുതാൻ പറ്റും. आप लोग एकदम से हिंदी सीख पाओगे. दोस्तों, अगर आपको ये आदतें जो मैंने आपसे आज शेयर की है, वो अगर आपको पसंद आया हो तो ज़रूर लाइक करिएगा, शेयर करेगा और सब्सक्राइब करेगा. ज़रूर कमेंट बॉक्स में भी बताइएगा कि आपको कैसा लगा है. ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. വെറുതെ വീഡിയോ കണ്ടുപോവുക മാത്രം ചെയ്യരുത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കണം. ഓക്കെ, ഇനി നിങ്ങൾക്കായിട്ട് നെക്സ്റ്റ് ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നിടം വരെ, ടിൽ ദെൻ ബൈ ബൈ.